അപ്പോൾ ഇവിടെ നമുക്ക് ഇതാ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് അടുത്തടുത്ത് 2 കളർ അടുത്തടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചെയ്യാം. അതിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ഇങ്ങനെ പിടിക്കുക അല്ലേ. റൈറ്റ് സൈഡിൽ പിടിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ കൂടെയുള്ള ഒരു കളർ നമുക്ക് ഇവിടെ കിട്ടണം അല്ലേ. കിട്ടിയിട്ട് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ആൾക്കാരത് ഒന്നുകൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എഡ്ജ് പീസ് സോൾവ് ആയി കിട്ടും. അതെവിടെയാണ് കിടക്കുന്നത്? അത് കിടക്കുന്നത് ഇവിടെയാണല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ബാക്കി കൂടെ കറക്കി എടുത്തുകൊണ്ട് വരാം അല്ലേ. ബാക്കി കൂടെ കറക്കുക. അതിനുശേഷം നമുക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് താഴെയാണ് വന്നിരിക്കുന്നത്. നമുക്കതിനെ മുകളിൽ കിട്ടണം. നമ്മൾ ആദ്യം ചെയ്തപോലെ മുകളിൽ വെച്ച് തന്നെ കറക്കിയാൽ മതിയായിരുന്നു. കറക്കിയെടുക്കുന്നു. അപ്പോൾ നമുക്കത് മുകളിൽ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ആൽഗോരിതം നമുക്കിനി അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ പഠിച്ചിരിക്കുന്ന ആൽഗോരിതം അതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് എല്ലാ എഡ്ജുകളും സോൾവ് ആയിട്ടുണ്ടല്ലേ. എല്ലാ എഡ്ജുകളും നമുക്കിവിടെ സോൾവ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള എററാണ് വന്നിരിക്കുന്നതെങ്കിൽ, അപ്പോൾ നിങ്ങളിങ്ങനെ ഈ എഡ്ജ് പാരിറ്റി എററുകൾ ഓരോന്ന് വന്നിരിക്കുന്നതും അത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സന്ദർഭങ്ങളും എങ്ങനെയാണ് വരുന്നത് അത് നമ്മളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു എഡ്ജ് പാരിറ്റി എറർ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കി എല്ലാ എഡ്ജുകളും സോൾവ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ 2 പീസുകൾ അത് സെയിം ആണ്. ഇവിടെ നമുക്ക് 2 പീസുകൾ സെയിം ആണല്ലേ. 2 പീസുകൾ സെയിം ആണ്. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഡ്ജ് സെയിം ആവും, ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ മാറ്റമുണ്ടല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇതിങ്ങോട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെയിം ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതും ക്ലിയർ ആവുന്നുണ്ട്. ഇത് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്കൊരു സ്റ്റെപ്പുണ്ട്. ആ ഒരു സ്റ്റെപ്പ് ഞാനൊരു സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ നിങ്ങളത് നോക്കണം. അതായത് നമ്മൾ ഈ ഒരു പീസിനെ ഇതിനെ നമ്മൾ ഇങ്ങോട്ടും കൊണ്ടുവരാൻ വേണ്ടിയാണ് അല്ലേ. അതിനുവേണ്ടി നമുക്കിത് ചെയ്യേണ്ടത് ഇത് നമ്മൾ ടോപ്പിൽ പിടിക്കണം. ടോപ്പിൽ പിടിക്കുമ്പോൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് കേട്ടോ. ഇത് നമ്മൾ സോൾവ് ചെയ്യാത്ത 2 എഡ്ജുകൾ നമ്മൾ ടോപ്പിൽ പിടിക്കുന്നു. അപ്പോൾ ടോപ്പിൽ പിടിക്കുമ്പോൾ നമുക്ക് ഈ സോൾവ് ചെയ്യാത്ത ഈ ഭാഗമുണ്ടല്ലോ അത് റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക കേട്ടോ. അതായത് ഇങ്ങനെ പിടിക്കരുതെന്ന് പറഞ്ഞ ടോപ്പിലാണ്, പക്ഷേ ഇങ്ങനെ പിടിക്കരുത്. നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ നമ്മളത് ടോപ്പിൽ പിടിക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു അൽഗോരിതം നിങ്ങൾ ചെയ്യുക. അതിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ 2 തവണ മുകളിലേക്ക് ഉയർത്തുന്നു. അതിനുശേഷം ലെഫ്റ്റ് സൈഡ് 2 ലെയറുകൾ മുകളിലേക്ക് ഉയർത്തുന്നു. അതിനുശേഷം നമ്മൾ ടോപ്പ് ലെഫ്റ്റ് 2 തവണ തിരിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ലെഫ്റ്റ് 2 ലെയറുകൾ മുകളിലേക്ക് ഒന്ന് ഉയർത്തുന്നു. ടോപ്പ് ലെഫ്റ്റ് 2 തവണ. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് നമ്മൾ 2 തവണ തിരിക്കുന്നു. ഓക്കെ, ഫ്രണ്ട് 2 തവണ തിരിച്ചതിന് ശേഷം വീണ്ടും ലെഫ്റ്റ് നമുക്ക് 2 ലെയറുകൾ ഒരുമിച്ച് ഉയർത്തുന്നു. ഇനി ഫ്രണ്ട് നമ്മൾ 2 തവണ തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലെ ഈ 2 ലെയറുകൾ അതൊന്ന് ഒരു തവണ മുകളിലേക്ക് ഉയർത്തുന്നു. അതിനുശേഷം ടോപ്പ് നമ്മൾ 2 തവണ ലെഫ്റ്റ് തിരിക്കുന്നു. ദെൻ റൈറ്റ് 2 ലെയറുകൾ നമ്മൾ താഴോട്ട് കൊണ്ടുവരുന്നു. ടോപ്പ് 2 തവണ ടോപ്പ് ലെഫ്റ്റ് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ 2 ലെയറുകൾ 2 തവണ നമ്മൾ താഴോട്ട് തിരിക്കുന്നു അല്ലേ. അപ്പോൾ നോക്കുക, ഇപ്പോൾ നമുക്ക് എല്ലാ എഡ്ജുകളും നമുക്കിവിടെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു അൽഗോരിതം ഉപയോഗിക്കുക. അങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു എഡ്ജ് പാരിറ്റി എറർ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നോക്കിയേ, ഇവിടെ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് എഡ്ജുകൾ സോൾവ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ഈ ഒരു എഡ്ജ് സോൾവ് ആണ്, പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഒരു എഡ്ജ് മാത്രം അതിൽ നമുക്ക് ഓരോ കളറുകളാണല്ലേ. ഇതെല്ലാം കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു എഡ്ജ് മാത്രമായിട്ട് ഇങ്ങനെ കളറുകൾ മാറിക്കിടപ്പുണ്ടെങ്കിൽ അതിന് നമുക്കൊരു അൽഗോരിതം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പുണ്ട്. ഒരല്പം വലിയ സ്റ്റെപ്പാണ്, കാണുമ്പോൾ അല്പം വലിയ സ്റ്റെപ്പാണെന്ന് തോന്നുമെങ്കിലും നിങ്ങൾക്കത് കുറച്ച് തവണ റിപ്പീറ്റഡായിട്ട് കണ്ട് അതേപോലെ നോക്കി ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കത് സ്പീഡായിക്കോളും. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് ചെയ്യാം. അത് അതിന് വേണ്ടി നമുക്ക് ഇത് ഇങ്ങനെ തിരിച്ചത് ഇങ്ങനെ പിടിക്കണം. അപ്പോൾ എഡ്ജ് പാരിറ്റി എറർ വന്നിരിക്കുന്ന ഒരു പീസ് നമ്മൾ മുകളിൽ പിടിക്കുന്നു. അതിനുശേഷം നിങ്ങൾ സ്ക്രീനിൽ നോക്കുക, സ്ക്രീനിൽ അത് എഴുതി കാണിക്കുന്നുണ്ട്. സ്ക്രീനിലെ സ്റ്റെപ്പ് അതുപോലെ ചെയ്യാം. നമുക്കിവിടെ റൈറ്റ് സൈഡ് നമുക്ക് 2 ലെയറുകൾ 2 തവണ ആദ്യം മുകളിലേക്ക് ഉയർത്തും അല്ലേ. 2 തവണ മുകളിലേക്ക് ഉയർത്തുന്നു. അതിനുശേഷം നമുക്ക് ബാക്ക് സൈഡ് നമ്മൾ ബാക്കിങ്ങനെ പിടിക്കാണ്ട് ബാക്ക് നമ്മൾ 2 തവണ ലെഫ്റ്റിലേക്ക് നമ്മൾ തിരിക്കുന്നു. ഓക്കെ, അതിന് നമ്മൾ ടോപ്പ് നമ്മൾ 2 തവണ ലെഫ്റ്റിലേക്ക് തിരിക്കണം. ടോപ്പ് ലെഫ്റ്റ് 2 തവണയുണ്ട്, അത് തിരിക്കുന്നു. അതിനുശേഷം നമുക്ക് ലെഫ്റ്റ് സൈഡ് അത് 2 ലെയറുകൾ നമ്മൾ താഴോട്ട് തിരിക്കുന്നു അല്ലേ. അതിനുശേഷം ടോപ്പ് ലെഫ്റ്റ് ഉണ്ട്, അത് 2 തവണയാണ്. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡ് അത് നമ്മൾ 2 തവണ അത് താഴോട്ട് തിരിക്കുന്നു. ഒരു 2 ലെയറുകൾ അല്ലേ, 2 ലെയർ താഴോട്ട് തിരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ടോപ്പ് ലെഫ്റ്റ് വീണ്ടും വരുന്നുണ്ട് 2 തവണ. ഇനി റൈറ്റ് സൈഡ് നമ്മൾ 2 ലെയറുകൾ ഒരുമിച്ച് മുകളിലേക്ക് ഉയർത്തുന്നു. ഇനി ടോപ്പ് ലെഫ്റ്റ് നമ്മൾ കൊടുക്കുന്നു 2 തവണ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ടാണ് അല്ലേ. ഫ്രണ്ട് നമുക്ക് 2 തവണ നമ്മൾ
റൈറ്റിലേക്ക് തിരിക്കണം. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡ് 2 ലെയറുകൾ നമ്മൾ ഒരുമിച്ച് മുകളിലേക്ക് ഉയർത്തുന്നു. ദെൻ ഫ്രണ്ട് നമ്മൾ വീണ്ടും 2 തവണ റൈറ്റിലേക്ക് തിരിക്കുന്നുണ്ടല്ലേ, 2 റൈറ്റിലേക്ക് ഇരിക്കുന്നു. അതിനുശേഷം നമുക്ക് ലെഫ്റ്റ് 2 ലെയറുകൾ ഒരു തവണ നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്നു. അതിനുശേഷം ബാക്ക് ബാക്ക് നമ്മൾ 2 തവണ ലെഫ്റ്റിലേക്ക് തിരിക്കണം. ഇനി നമുക്ക് ഒന്നുകൂടെ ഉള്ളൂ, നമ്മൾ റൈറ്റ് സൈഡ് നമ്മൾ 2 ലെയറുകൾ 2 തവണ തിരിക്കണം അല്ലേ, 2 തവണ തിരിക്കുമ്പോൾ നോക്കി. ഇപ്പോൾ നമുക്ക് എല്ലാ എഡ്ജുകളും നമുക്ക് സോൾവ് ആയിട്ട് വന്നിട്ടുണ്ടല്ലേ. ഇപ്പോൾ എല്ലാ എഡ്ജുകളും നമ്മൾ സോൾവ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ആ ഒരു അൽഗോരിതം അല്ലെങ്കിൽ സ്റ്റെപ്പ് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി മറന്നു പോകരുത്. അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക.